മാമ്പഴത്തറയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ തൂക്കുപാലം കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കാരണം ചെറിയ പേടിയോടെ തന്നെയാണ് അപ്പുറം കടന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ആനത്താരയാണ്. ഈ കിടക്കുന്ന ആനപ്പിണ്ടം തന്നെയാണ് അതിന്റെ തെളിവ്. കാട്ടിനുള്ളിൽ നിന്നും അവരിവിടേക്ക് വരുന്നത് ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ തന്നെയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആനക്കൂട്ടങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര സാധ്യതയാണ്. ഞങ്ങൾ ഈ പാലം കടന്ന് വന്നപ്പോൾ കണ്ടൊരു കോട്ടേജാണിത്. ഒരുപക്ഷെ ഈ കോട്ടേജിന് ബ്രിട്ടീഷുകാരുടെ കാലത്തോളം പഴക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഈ ഒരു കെട്ടിടവും പരിസരവും അവർ നല്ല വൃത്തിയോടെ തന്നെയാണ് പരിപാലിച്ചു വരുന്നത്. ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നല്ല അത് കാരണം മുളക്, കാന്താരി മുളക്. ഇതിന്റെ പുറകുവശത്തെ അലക്കുകല്ലും കോഴിക്കോടുമൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ളവർ ജീവിതകാലം മുഴുവൻ ഈ എസ്റ്റേറ്റുകാരുടെ കീഴിൽ തന്നെയാവും എന്നാണ് തോന്നുന്നത്. തൊഴിലാളികൾ ഇപ്പോഴും ഈ പൊളിയാറായ പാലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എസ്റ്റേറ്റുകാർ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നിറങ്ങി മുന്നോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഈ സ്കൂള് ഇവിടുത്തെ തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ്. എസ്റ്റേറ്റ് സ്കൂളാണ്. പോകുന്ന വഴി മുഴുവനായും എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അവരുടെ ക്വാർട്ടേഴ്സുകളാണ്, തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ്. ഈ എസ്റ്റേറ്റിനുള്ളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പ്രാർത്ഥിക്കാനും മറ്റുമായി അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടാണെങ്കിലും KSRTC ഇവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇങ്ങോട്ട് മാമ്പഴത്തറ പോകുന്ന വണ്ടിയാണ്. മാമ്പഴത്തറയ്ക്ക് ബസ്സും ഉണ്ട്. ജണ്ട എന്നാണ് ആ കാണുന്ന കുറ്റിക്ക് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കാടാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ള ജണ്ടകൾ. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന എൻ്റെ ബ്രദറാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു റോഡും ചുറ്റും കാണുന്ന മലനിരകളും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും ജോലിക്കൊക്കെ പോയി കുടുംബം നോക്കുന്നവരാണെങ്കിലും ഒന്ന് സമയം കണ്ടെത്തി ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നത് വലിയ പോസിറ്റീവ് എനർജി ആവും നിങ്ങൾക്ക് സമ്മാനിക്കുക. കാട് എവിടെ മക്കളെ? കാടൊക്കെ കത്തിക്കട്ടെ. എവിടെ മക്കളെ എന്ന് ചോദിച്ചോ. മല എവിടെ മക്കളെ? മല മാത്രമല്ല, കത്തിച്ചതാണ്. അതെ, ഇവിടെയൊക്കെ വേനൽക്കാലം കഴിഞ്ഞാൽ മഴക്കാലം വരും. മഴക്കാലത്ത് നല്ല പച്ചപ്പായിരിക്കും. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ്. ഉണ്ടോ? യെസ്, ആനപ്പിണ്ടം കിടക്കുന്നു. ഇതോ അവിടെ മോർണിംഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആന പോയിട്ടുണ്ട്. ഇത് വേണ്ട, ഇന്നോ ഇന്നലെയോ പോയതാണ്. അതാ ഇഷ്ടം പോലെ ഉണ്ട് ആനക്കൂട്ടം ഇറങ്ങുന്ന സ്ഥലമാണ്. എൻ്റെ ബ്രദർ ഒരു കവിത എല്ലാം പോവാണ്. ഈ കാടും മലയാളമൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന ഒരു കവിതയാണ് ചെല്ലുന്നത്. ഇതല്ലാതെ കേട്ടോ. എൻ്റെ ആദ്യം എന്തുവാണ്? മലരണി കാടുകൾ, മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസാൽ ഗ്രാമഭംഗി. ഇത് ഗ്രാമമല്ല മക്കളെ, ഇത് കാടാണ്. കാട് കാട് വിട മക്കളെ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ്. ഇതാ കാടി വിട മക്കളെ. പോരെ? അപ്പോൾ ഏതായാലും ഈ കവിത കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കുറവന്താവളം എന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വരുന്നത് കൂടുതലും തൊഴിലാളികളാണ്. ഇവിടെ വിറകടുപ്പിലാണ് ചായ ഉണ്ടാക്കുന്നത്. കൂടെ കഴിക്കാനായി ഒരു ഉഴുന്നുവടയും ഞങ്ങൾ എടുത്തു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാശ് തന്നെ കൊടുക്കേണ്ടി വരും. കുറച്ച് ചില്ലറ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ യാത്രയുടെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.